ഹലോ. ആ മാർട്ടിനെ, എന്താ മോനെ പതിവില്ലാതെ? ശരിയാ, കുറേ നാളായില്ലേ വിളിച്ചിട്ട്. ഹേ ഇല്ല, പിന്നെ സുഖം തന്നെ. നന്നായി പോകുന്നു മാൻ. എന്താ ഇപ്പോൾ വിളിച്ച? എന്താ ഉണ്ടല്ലോ കാര്യം? കാര്യം പറ. നീ ഇപ്പൊ എവിടെയാ? മനശ്ശേരി തന്നെയല്ലേ താമസം? ആ അതെല്ലോ. എന്നാ എനിക്കൊരു മസ്റ്റ് ഹെൽപ്പ് എനിക്ക് വേണം. എടാ നീ കാര്യം പറ ഗൗതം. എടാ ഞാനൊരു അഡ്രസ്സ് അയച്ചു തന്നാ നാളെ തന്നെ പോയി കാണാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി തരണം. നീ അയക്ക്, ഞാൻ നോക്കട്ടെ. ഓക്കെ, എന്നാ ഞാനിപ്പോൾ തന്നെ അയക്കാം. ഓക്കേടാ, ശരി. ഹരിശ്യാം, ഹീന എന്ന സത്യം നിങ്ങൾ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഹോപ്പ് ഐ വിൽ ഫൈൻഡ് ദാറ്റ്. ചേട്ടാ ചേട്ടാ, ഈ ഹരിശ്യാമിൻ്റെ വീട് ഏതാ? നേരെ അങ്ങോട്ട് പോയാൽ മതി. ഓ ശരി ചേട്ടാ. ആ ആ ഇത് തന്നെയാണെന്നാ തോന്നുന്നേ. ഇവിടെ ആരുമില്ലേ? ഹലോ ഹലോ. ഇത് ശ്യാമിൻ്റെ വീടല്ലേ? ഞാൻ ശ്യാമിൻ്റെ ഫ്രണ്ടാണ്. അവൻ കുളിക്കുക. അല്ല, പ്രൊഫസർ വിജയ് സാറിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത. കുളിച്ചിട്ട് കഴിക്കുമായിരിക്കും. ആരാ? എന്താ വേണ്ടേ? സോറി, ഇത് ഇടയ്ക്ക് മിസ്സായ ശ്യാമിൻ്റെ വീടാണെന്ന് കരുതി വന്നതാ. വീട് ഇതൊക്കെ തന്നെയാ, ഇപ്പോഴും മിസ്സിങ്ങാ. എന്താ കാര്യം? അമ്മ ഇപ്പൊ ഇങ്ങനെയാ, ഓർമ്മക്കുറവുണ്ട്. ഞാൻ ശ്യാമിൻ്റെ ഫ്രണ്ട് ഗൗതം. പുറത്തായിരുന്നു ജോലി. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഇപ്പോഴാണെന്ന് വരാൻ പറ്റിയത്. വാമേ, വന്നതില് സന്തോഷം. എന്നാ ശരി, വാമേ. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പ്ലീസ്, ദയവിതിനെ ഉപദ്രവിക്കരുത്. ഞങ്ങൾക്ക് ആർക്കും ഇനി ഏട്ടനെക്കുറിച്ച് കേൾക്കാനോ പറയാനോ താല്പര്യമില്ല. ഇനി നിങ്ങളായിട്ട് ഏട്ടനെ കൊണ്ടു തരുമെന്നാണെങ്കിൽ അതും വേണ്ട. ഇനി നിങ്ങളാരും ഏട്ടനെ കൊണ്ടു തന്നില്ലെങ്കിലും എൻ്റെ ഏട്ടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഇപ്പോൾ വന്നേനെ. പ്ലീസ് ഉപദ്രവിക്കരുത്, വിട്ടേരെ. ശരി. ശ്യാമിനെ കുറിച്ചും പോകാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചും എനിക്ക് കുറച്ച് ധാരണകളുണ്ടായിരുന്നു. അതൊന്ന് ക്ലിയർ ആക്കാമല്ലോ എന്ന് കരുതി വന്നതാ. ഏതാ സ്ഥലം? സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയാം, പക്ഷെ അതിനുമുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ശ്യാമും
ഈ ഫോട്ടോയിൽ കാണുന്ന കുടുംബമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഫോട്ടോയിൽ കാണുന്ന ആളുകളെ പറ്റി എന്തെങ്കിലും അറിയാവോ എന്നുള്ളത്. ഇതിൽ ഇയാളെ ഞാൻ അറിയില്ല. പിന്നെയുള്ളത് ഇത് ഡോക്ടറുടെ ഭാര്യ, മകൾ ഹീന. ഹീന എങ്ങനെ? ആ കുട്ടി പലവട്ടം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ചേട്ടനും ആ കുട്ടി തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ 1-2 വട്ടം ഏട്ടൻ്റെ ഒപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മയായിട്ടും നല്ല അടുപ്പത്തിലായിരുന്നു. ഒരിക്കൽ പോലും ഏട്ടൻ ആ കുട്ടിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കിയിട്ടില്ല. ആ കുട്ടിയാ ഏട്ടനെ എന്നും ഒഴിഞ്ഞു മാറി നിന്നിട്ടേ ഉള്ളൂ എൻ്റെ ഏട്ടൻ. അതും ആ പ്രൊഫസറോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം. ഏട്ടനെ അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു. നിങ്ങൾ കരുതുന്ന പോലെയല്ല ഒന്നും. ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റാരോ ആണ്. കയ്യിൽ കാശും പിടിപാടുമുള്ള മറ്റാരൊക്കെയോ. അല്ല, ഏട്ടനിത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അത് ഞാൻ പുറത്തായിരുന്നല്ലോ. വല്ലപ്പോഴും സംസാരിക്കുക എന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറയാറില്ല. അല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം എന്തായിരുന്നു? അത് ഞാൻ പറയാം, 2 ദിവസം കഴിയട്ടെ. ഹലോ സാർ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഉടനെ വരാം. ഇതിനുള്ള മറുപടിയെല്ലാം ഞാൻ 2 ദിവസത്തിനുള്ളിൽ തരാം. പിന്നെ ആ ഫോട്ടോയിൽ കണ്ട ഡോക്ടറുടെ ഭാര്യ ഹീനയുടെ അമ്മയല്ല കേട്ടോ. ആ ഹീനയുടെ അമ്മ മരിച്ചുപോയി. ഇത് സെക്കൻഡ് മാരേജ് ആയിരുന്നു. താങ്ക്സ്. എടാ, എന്താ സംഭവം? എടാ നീ വാ, ഞാൻ കാര്യം പറയാം. നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. എടാ, കാട്ടിൽ അപകടം പറ്റിയ ഒരു പോലീസുകാരൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പോയി കാണണം അയാളെ. നീ വാ. നമസ്കാരം. നമസ്കാരം. സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ആ വാ. നമസ്കാരം സാർ, എൻ്റെ പേര് ഗൗതം. ഇത് എൻ്റെ ഫ്രണ്ട് മാർട്ടിൻ. ഞാനന്ന് കാണാതായ പ്രൊഫസറുടെ കൂടെ അന്ന് ആ ടീമിലുണ്ടായിരുന്നതാ. ഓ, ഇവിടെ എന്താണ്? ഒന്ന് മീറ്റ് ചെയ്യാലോ എന്ന് കരുതി വന്നതാ. എന്താ വിശേഷിച്ച്? കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, എന്താ സംഭവിച്ചതെന്നറിയാനൊരു... ഓ, അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടി ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ഇറങ്ങിയതാണല്ലേ? അയ്യോ, അങ്ങനല്ല. സാറും ആ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വന്നതല്ലേ, അതുകൊണ്ട്... ഏത് സിറ്റുവേഷൻ? നിങ്ങളെന്താ ഉദ്ദേശിക്കണത്? അല്ല, അവിടെ നടന്ന അപകടം. ഓ, അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാലേ? അപ്പൊ അവിടെ നടക്കുന്ന സംഭവങ്ങളായിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തോ ബന്ധമുണ്ട്? സാർ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങളെ ആരാ എന്താ ഉപദ്രവിച്ചെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഇവിടം വരെ വന്നത്. എന്നാരും ഉപദ്രവിക്കാനാണ്? അതുവല്ല കരടിയോ മറ്റോ ആയിരിക്കുള്ളൂ. അതല്ല, നിങ്ങളെന്തിനാണ് അദ്ദേഹത്തെ ആ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? സാർ, ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയതല്ല, അത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമായിരുന്നു. എനിവേ, താങ്ക് യു സാർ. ആ, വിട്ടോ. അല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. സാർ ഇവിടെ
സോറി സാർ, ഞങ്ങൾ ഇറങ്ങുവാ. വാടാ. നീ എന്തിനാണ് കണ്ണി കണ്ടവരൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചൂടുന്നത്? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഞാൻ നേഴ്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. നിനക്കെന്താ ഭ്രാന്താണോ? അവരെ അപകടം നടന്നതിൻ്റെ ക്ഷീണത്തിലും മാനസികാവസ്ഥയിലൊക്കെയാ. അതിനിടയ്ക്ക് അവൻ്റെ ഒരു ചോദ്യം ചെയ്യല്. നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നേ? നമ്മൾ ശ്യാമിന്റെ സഹോദരിക്ക് കാണിച്ചു കൊടുത്ത ഫോട്ടോയിൽ അവര് പറഞ്ഞ അപരിചിതനാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ച പോലീസുകാരൻ. ആ, അതെനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്നിട്ട് അയാൾക്ക് യാതൊരു കൂസലും ഇല്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. എന്തോ ഒരു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ സംഭവങ്ങളൊക്കെ സംതിങ് റോങ്. ഹലോ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അത് കരടിയും പുലിയൊന്നുമല്ല, മനുഷ്യനാ. അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. എല്ലാം കേട്ടിട്ട് എനിക്കെന്തോ ഒരു പേടി പോലെ. ഞാനീ പറഞ്ഞതൊന്നും ആരടുത്തും പറയരുത് പ്ലീസ്. അല്ല, ആരോടാ സംസാരിച്ചെന്നറിയാമോ? അത് ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. ശരി. എനിക്കൊരു തവണ കൂടി അങ്ങോട്ട് പോകേണ്ടി വരും. എങ്ങോട്ട്? ആ കാട്ടിലോട്ട്.